സർവദോഷശാന്തിക്കായി സർവശക്തി പാസാക്കിയ സർവശക്തമാം നിയമ താരാസ്തുതി. സർവദോഷശാന്തിക്കായി സർവശക്തി പാസാക്കിയ സർവശക്തമാം നിയമം താരാസ്തുതി. ദേവന്മാരും ദേവിമാരും ദൂതപരമ്പരയും ഒത്തുചേർന്നു നടത്തുന്ന താരാസ്തുതി. ദേവന്മാരും ദേവിമാരും ദൂതപരമ്പരയും ഒത്തുചേർന്നു നടത്തുന്ന താരാസ്തുതി. കട്ടിയായി അവതരിച്ചു മുഖമായി നിന്നുകൊണ്ട് കരയിൽ നടത്തുന്ന താരാസ്തുതി. കട്ടിയായി അവതരിച്ചു മുഖമായി നിന്നുകൊണ്ട് കരയിൽ നടത്തുന്ന താരാസ്തുതി. ജന്മമെടുത്തിത്തരയിൽ ജീവിക്കുന്ന മർത്യരുടെ സർവദോഷം തീർത്തിടുവാൻ നടത്തിടുന്നു. ജന്മമെടുത്തിത്തരയിൽ ജീവിക്കുന്ന മർത്യരുടെ സർവദോഷം തീർത്തിടുവാൻ നടത്തിടുന്നു. സർവദാറികൾ കൂടി ജീവിക്കുന്ന മർത്യർക്കെല്ലാം സർവദായി യജ്ഞത്താലങ്ങാനന്ദിച്ചിടാം. സർവദാറിവിൽ കൂടി ജീവിക്കുന്ന മർത്യർക്കെല്ലാം സർവദായി യജ്ഞത്താലങ്ങാനന്ദിച്ചിടാം. ആനന്ദിക്കുക ആത്മാക്കളെ, ആനന്ദിക്കുക ആത്മാക്കളെ, അറിവിനാൽ ഒത്തുചേർന്നു ആനന്ദിക്കുക. ആനന്ദിക്കുക ആത്മാക്കളെ, ആനന്ദിക്കുക ആത്മാക്കളെ, താരാസ്തുതിയിൽ ചേർന്നങ്ങാനന്ദിക്കുക. താരാസ്തുതിയിൽ ചേർന്നങ്ങാനന്ദിക്കുക. സർവദോഷശാന്തിക്കായി സർവശക്തി പാസാക്കിയ സർവശക്തമാം നിയമം താരാസ്തുതി. സർവശക്തമാം നിയമം താരാസ്തുതി. ഗുരുർവിഷ്ണു ഗുരുദേവോർമഹേശ്വര പരബ്രഹ്മസ്വരൂപത്താൽ ഗുരുവായി ത്രിമൂർത്തി. ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര പരബ്രഹ്മസ്വരൂപത്താൽ ഗുരുവായി പരമാർത്ഥമറിയുന്ന പരന്മാരിലെ സത്യം പകലുപോൽ തെളിയുന്നു, ആനന്ദം കാണുന്നു. പരമാർത്ഥമറിയുന്ന പരന്മാരിലെ സത്യം പകലുപോൽ തെളിയുന്നു, ആനന്ദം കാണുന്നു.
പവിത്രം പരമാനന്ദം ഗുരുവിൻ പാദങ്ങൾ. പരമപവിത്രം പരമാനന്ദം ഗുരുവിൻ പാദങ്ങൾ. അവിടെയാണ് ഞാൻ അനുദിനമെന്നിൽ ആനന്ദം തന്നെ. പരമപവിത്രം പരമാനന്ദം ഗുരുവിൻ പാദങ്ങൾ. ഉന്നതമായ പരമാനന്ദം ആത്മലോകത്തിന് ദാനം ചെയ്യുവാനാണ് ശുഭാനന്ദ നാമധാരിയായി പരബ്രഹ്മ സ്വരൂപം അവതാരമായി വന്നത്. ഉന്നതമായ പരമാനന്ദം ആത്മലോകത്തിന് ദാനം ചെയ്യുവാനാണ് ശുഭാനന്ദ നാമധാരിയായി പരബ്രഹ്മ സ്വരൂപം തിരുവതാരമായി വന്നത്. പരമാത്മാവാകുന്ന പരമഗുരുവാണ് തിരുവതാരമായി വന്ന് വാഴുന്നത്. പരമാത്മാവാകുന്ന പരമഗുരുവാണ് തിരുവതാരമായി വന്ന് വാഴുന്നത്. മർത്യവേഷത്തിൽ വന്ന് വാഴുക മൂലം മർത്യവേഷത്തിൽ വന്ന് വാഴുക മൂലം അനേകം ദുഷിപരിഹാസങ്ങളും എതിർപ്പുകളും ഒക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അനേകം ദുഷിപരിഹാസങ്ങളും എതിർപ്പുകളും ഒക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം കാഴ്ചയിൽ കൂടെ നിൽക്കുന്ന മർത്യനും ഗുരുവും ഒന്നുപോലെ തോന്നിക്കും. കാഴ്ചയിൽ കൂടെ നിൽക്കുന്ന ഗുരു ഒന്നുപോലെ തോന്നിക്കും. എന്നാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മലോകത്തിലേക്ക് പ്രദാനം ചെയ്ത് പ്രവഹിപ്പിക്കുന്ന ദിവ്യജ്ഞാനങ്ങൾ, അതിന്റെ ഉള്ളിൽ നിന്ന് ആത്മലോകത്തിലേക്ക് പ്രദാനം ചെയ്ത് പ്രവഹിപ്പിക്കുന്ന ദിവ്യജ്ഞാനങ്ങൾ അത് ആത്മാവിൽ പരമാനന്ദം ദാനം ചെയ്യുന്നതാണ്. പരമാനന്ദം ആത്മാവിൽ ലഭിക്കണമെങ്കിൽ ആത്മാവ് പരലോകമായി മാറണം. ആത്മാവ് പരലോകമായി തീരണമെങ്കിൽ പരിശുദ്ധത ഉണ്ടാവണം. ആ പരിശുദ്ധതയ്ക്ക് വേണ്ടുന്ന പരിശുദ്ധ ജ്ഞാനങ്ങളെയാണ് പരമാത്മാവ് പകലുപോലെ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പരിശുദ്ധ ജ്ഞാനത്തെയാണ് തിരുനാമ സങ്കീർത്തനങ്ങളായി ഈ ഒരാഴ്ചക്കാലം നിങ്ങളെല്ലാവരും ഒത്തുചേർന്ന് സ്തുതിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഇവിടെ ജനക്കൂട്ടവും പല വിധത്തിലുള്ള തിരക്കുമൊക്കെ ആരംഭിച്ചു. ചൊവ്വാഴ്ച പ്രഭാതം മുതൽ താരാസ്തുതി മഹായജ്ഞം ആരംഭിച്ചു. ഉന്നതമായ ഒരു അവസ്ഥയിലാണ് ഇപ്രാവശ്യത്തെ താരാസ്തുതി നടത്തപ്പെട്ടത്. എല്ലാ താരാസ്തുതിയും ആനന്ദം നിറച്ചു തന്നെയാണ് നടത്തുന്നത്. എന്നാൽ ഇപ്രാവശ്യം കുറച്ചുകൂടി പ്രത്യേകതയോടുകൂടിയാണ് ഇത് അനുഭവപ്പെട്ടതെന്ന് സമ്മതിക്കുന്നവരെല്ലാം ഒന്ന് കൈ ഉയർത്തിക്കണ്ടാകും. ഇപ്രാവശ്യത്തെ ഈ മഹായജ്ഞം ഒരു പ്രത്യേകതയോടുകൂടി നടത്തപ്പെടുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് വ്രത ആരംഭ ദിനത്തിൽ ഞാൻ ആത്മലോകത്തോട് സംസാരിച്ചത്. ആ ദിനത്തിൽ സംസാരിച്ചപ്പോൾ അത് ചേർത്താണ് സംസാരിച്ചത്. അവിടെ മുതലേ അതിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഉന്നതമായ ഒരുക്കങ്ങളാണ് ഈ വിധത്തിൽ ആത്മാക്കളിലേക്ക് ആനന്ദം എത്തിച്ചത്. അങ്ങനെ ഒരുങ്ങി വന്ന ഹൃദയങ്ങളിലെല്ലാം ആനന്ദം അനുഭവമായി. ആനന്ദമേ പരമാനന്ദമേ താരാസ്തുതികളാൽ ആനന്ദമേ പരമാനന്ദമേ താരാസ്തുതികളാൽ
ഉയരണമെങ്കിൽ എന്തെല്ലാം കടന്നു വരണം? ഉന്നതമായ ഒരു ആനന്ദത്തിലേക്ക് ആത്മാവ് ഉയരണമെങ്കിൽ എന്തെല്ലാം കടന്നു വരണം? എന്തെല്ലാം കടന്നു വരണം? അറിവ്, ആചാരം, ശുദ്ധി, ആരാധന, വിശ്വാസം, ആനന്ദം. ആനന്ദത്തിൽ എത്തണമെങ്കിൽ എത്ര പടികൾ കഴിയണം? ആനന്ദത്തിൽ എത്തണമെങ്കിൽ 6 ഒരു കണക്കും അറിയത്തില്ല. അറിവ്, ആചാരം, വിശുദ്ധി, ആരാധന, ആശ്വാസം. എത്രയായി? 5 കഴിഞ്ഞാൽ എന്താണ്? ആനന്ദം കഴിഞ്ഞാലോ? നാമസങ്കീർത്തനം വന്നുദിച്ചു നിന്റെ പാപമൊഴിച്ചിടുവാൻ. നാമസങ്കീർത്തനം വന്നുദിച്ചു നിന്റെ പാപമൊഴിച്ചിടുവാൻ. നാമസങ്കീർത്തനം വന്നുദിച്ചു നിന്റെ അപ്പോൾ 6ാമത്തെ പടി കഴിഞ്ഞാൽ നാമസങ്കീർത്തനമാണ്. 5ാമത്തെ പടി കഴിയുമ്പോഴാണ് ആനന്ദത്തിൽ എത്തുന്നത്. ഈ താരാസ്തുതിയിൽ ബന്ധിച്ച് ഈ ആനന്ദം അനുഭവിച്ചവരെല്ലാം ഈ 5 പടിയും കഴിഞ്ഞു വന്നവരായിരുന്നോ എന്നാണ് എൻ്റെ സംശയം. ഞാൻ ആ സംശയം നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ്. നിങ്ങളെല്ലാം ആ പടികളെല്ലാം വന്നവരാണോ? ആണോ? അറിവിൽ നിങ്ങൾ പൂർണ്ണരാണോ? ആചാരത്തിൽ പൂർണ്ണരാണോ? വിശുദ്ധിയിൽ പൂർണ്ണരാണോ? ആരാധനയിൽ പൂർണ്ണരാണോ? ആശ്വാസത്തിൽ പൂർണ്ണരാണോ? ഇല്ല, ഒന്നിലും നിങ്ങൾ പൂർണ്ണരായിട്ടില്ല. എന്നിട്ടും എന്നെ കരുതിയല്ലോ സ്നേഹനദിയിൽ കരുതിയല്ലോ. ആ മഹാകാരുണ്യമാണ് സർവദാ അനുഭവിക്കുന്നതെന്ന് പൂർണ്ണമായി നിങ്ങളൊന്ന് അറിഞ്ഞ് ആശ്രയിച്ചാൽ ഇതിനേക്കാൾ ഉപരിയായ ആനന്ദം നിങ്ങളിൽ എത്തും. അതിന് യാതൊരു സംശയവും. പൂർണ്ണമായ മഹാകാരുണ്യമാണ് ഈ അനുഭവിക്കുന്നതെന്നെല്ലാം നമ്മളൊന്ന് ആലോചിച്ച് മനസ്സിലാക്കിയാൽ ഇതിനേക്കാൾ വലിയ വരുമാനം നമ്മളിലേക്ക് എത്തിച്ചു. അറിഞ്ഞ് ആശ്രയിച്ചാൽ ഇതിനേക്കാൾ ഉപരിയായ ആനന്ദം എത്തുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പൊ ഉപരിയായ ആനന്ദത്തിൽ എത്തിക്കുവാനാണ് ഈ ചെറിയതായ ആനന്ദം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ വെളിയിൽ മഴയത്ത് നിന്ന് കളിക്കുന്ന കുഞ്ഞിനെ അകത്തേക്ക് പ്രവേശിപ്പിക്കുവാൻ വേണ്ടി ചെറിയ മധുരപലഹാരങ്ങൾ കാട്ടി വിളിക്കുന്നത് പോലെ ഈ അല്പാൽപമായ ആനന്ദം നിങ്ങളിൽ എത്തിച്ച് പരമാനന്ദത്തിനുള്ള ആഗ്രഹം നിങ്ങളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ആ ആഗ്രഹം ഉണ്ടാകുമ്പോൾ ഈ നിയമം പാലിച്ച് ജീവിക്കുവാൻ നിങ്ങൾ തീരുമാനമെടുക്കും. അതിനുവേണ്ടിയാണ് ഇത് തരുന്നത്. അല്ലാതെ ഒരു മധുരപലഹാരം കൊണ്ട് ഒരാളുടെ ജീവിതം മുഴുവൻ ജീവിച്ചു തീർക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റുകയില്ല. ആ പരിപൂർണാവസ്ഥയിലേക്ക് ഉയർത്തപ്പെടണം. അതിന് അറിവാചാരം വിശുദ്ധി ആരാധനയും വേണം. അറിവാചാരം വിശുദ്ധി ആരാധന
മർത്യജന്മമോ ആനന്ദം ആനന്ദം കൊണ്ടുണ്ടായ ആത്മാവാമർത്യജന്മമോ ആനന്ദ പരിപൂർണമാകേണ്ടതാവശ്യം ദാനന്ദ ആനന്ദം കൊണ്ടുണ്ടായ ആത്മാവാമർത്യജന്മം ആനന്ദ പരിപൂർണമാകേണ്ടതാവശ്യം ദാൻ ആനന്ദം കണ്ടുണർന്നു ആനന്ദ കർമ്മം ചെയ്തു ആനന്ദം കണ്ടുണർന്നു ആനന്ദ കർമ്മം ചെയ്തു ആനന്ദമായി നിത്യം വാഴേണം മർത്യജന്മമോ ആനന്ദം കണ്ടുണർന്നു ആനന്ദ കർമ്മം ചെയ്തു ആനന്ദ നിത്യവും ആനന്ദിക്കും ആത്മാവിൻ സ്വസ്ഥസ്ഥാനം നിത്യവും നിത്യവും ആനന്ദിക്കും ആത്മാവിൻ സ്വസ്ഥസ്ഥാനം നിത്യാനന്ദമാകുന്ന നാമസങ്കീർത്തനം ദാൻ നിത്യവും ആനന്ദിക്കും ആത്മാവിൻ സ്വസ്ഥസ്ഥാനം നിത്യാനന്ദമാകുന്ന നാമസങ്കീർത്തനം ദാൻ നാമസങ്കീർത്തനം കൊണ്ടല്ലയോ ജന്മമുക്തി
സഞ്ചരിക്കാത്ത, ഈ പടികളിലൂടെ ഇതിലൊന്നും പരിപൂർണരാകാത്ത ആത്മലോകത്തിൽ ഈ വിധം ആനന്ദിക്കുവാൻ കഴിവും അധികാരവും ആർക്കാണുള്ളത്? ഈ വിധത്തിൽ ആനന്ദം ദാനം ചെയ്യുവാൻ കഴിവ് ആർക്കാണുള്ളത്? അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ആ കാരുണ്യമാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ആ ആനന്ദരൂപനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അതുകൊണ്ട് ഈ കിട്ടിയ ആനന്ദം അഹങ്കരിച്ച് നഷ്ടമാക്കി കളയാതെ, യാതൊരു വിധത്തിലുള്ള ദുർവിചാരങ്ങൾ അകത്തേക്ക് കടക്കാതെ, അഷ്ടാഹങ്കാരാദി ദോഷങ്ങൾ ഒന്നും കവർന്നു പിടിക്കാതെ, ഉന്നതനാകുന്ന ഗുരുവിന്റെ ഇച്ഛയ്ക്കൊത്ത് നിങ്ങൾ ജീവിച്ചുകൊള്ളുക. അപ്പോൾ ഈ ആനന്ദം നഷ്ടമാകാതെ നിങ്ങളിൽ വർദ്ധിച്ചു വന്നുകൊള്ളും. അറിവിനെ സ്വീകരിക്കുവാനുള്ള പ്രാപ്തി ഉണ്ടാകും. ആചാരങ്ങൾ ചെയ്യുവാനുള്ള കർമ്മശ്രേഷ്ഠതയുണ്ടാകും. വിശുദ്ധിയെ സ്വീകരിപ്പാനുള്ള വിശാലതയുണ്ടാകും. ആരാധിച്ച് ആനന്ദിക്കുവാനുള്ള ഹൃദയ പരിപൂർണതയുണ്ടാകും. ആശ്വസിച്ച് ആനന്ദിക്കുവാനുള്ള ഹൃദയ തികവുണ്ടാകും. ആനന്ദം അനുഭവിക്കുവാനുള്ള പ്രാപ്തി ഉണ്ടാകും. അവിടെ നിന്ന് നാമസങ്കീർത്തനത്തിലേക്ക് ഉയരുവാൻ കഴിയും. അങ്ങനെ സർവപ്രകാരേണയും ആത്മലോകത്തെ നിത്യാനന്ദത്തിൽ എത്തിക്കുവാനാണ് നിത്യാനന്ദ സ്വരൂപനാകുന്ന ജഗദീശ്വരൻ ഇതെല്ലാം ലോകത്തിൽ പ്രദാനം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആത്മലോകത്തിൽ ആനന്ദം ദാനം ചെയ്തുകൊണ്ട് നടത്തപ്പെട്ട ഈ പ്രാവശ്യത്തെ ഈ താരാസ്തുതി ഇന്നേ ദിവസം നമ്മൾ സമർപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുതലേ നമ്മുടെ സന്താനങ്ങളൊക്കെ കണ്ണുനീരൊഴുക്കി തുടങ്ങി. എങ്ങനെയാണ് പോകുന്നത്? ഈ ആനന്ദം വിട്ട് ഞാൻ എങ്ങനെ പോകും? എങ്ങനെ ഈ ഗുരുവിനെ വിട്ടു പോകും എന്നൊക്കെയുള്ള ചിന്തയിൽ പലരും അങ്ങനെ വിങ്ങിത്തുടങ്ങി. ആരും വിങ്ങേണ്ട ആവശ്യമില്ല, ആരും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? എവിടെയും എങ്ങും സ്ഥിതി ചെയ്തിടുന്ന ആരിലും സ്ഥിതി ചെയ്യുന്ന ആർക്കും ആരാധ്യനായ ദൈവമാണ് നിങ്ങളോടുകൂടി വാഴുന്നത്. പക്ഷേ കൂടെ വസിക്കുന്നു എന്ന സത്യം അനുഭവമാകണമെങ്കിൽ കൂടെ വസിക്കുന്നു എന്ന ബോധത്തോടുകൂടി ജീവിതം ചെയ്തെങ്കിലേ സാധിക്കൂ. അപ്പോ സർവകാര്യങ്ങളും തിരിഹിതമായി വരണം. ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും തിരിഹിതമായി വരണം. അപ്പോഴാണ് ദൈവം കൂടെയുണ്ട് എന്ന അനുഭവം ഉണ്ടാകുന്നത്. അങ്ങനെ ജീവിച്ച് ഇനി അടുത്ത താരാസ്തുതിക്ക് വന്നു ചേരുന്ന സമയം വരെയും ഈ ആനന്ദം നിലനിർത്തിക്കൊണ്ട് പോകുവാൻ തക്ക വിധം ആത്മപരിശുദ്ധിയുള്ളവരായി ജീവിക്കുവാൻ ആത്മനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആത്മനാഥന്റെ മഹാകാരുണ്യത്തിൽ കൂടി ഈ ശുഭാനന്ദാവതാരം ആരംഭിച്ച സമയം മുതൽ ഒരു ഉന്നതമായ ഭാഗ്യം മനുഷ്യലോകത്തിന് ദാനം ചെയ്തിട്ടുണ്ട്. എന്താണത്? എന്താണ് ആ മഹാഭാഗ്യം? പരമഗുരു
മാറ്റമില്ല, ശുഭാനന്ദ മഹാശക്തിക്ക് മരണമില്ല, മാറ്റമില്ല. മാറി മാറി വസ്ത്രങ്ങൾ ധരിക്കുന്നത് പോലെ ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് ആത്മലോകരക്ഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 69 ഇരുവർഷക്കാലമാണ് ആദ്യത്തെ വസ്ത്രം ഉപയോഗിച്ചത്. അത് കഴിഞ്ഞപ്പോൾ അതിൽ മാറ്റമുണ്ടായി. പ്രകൃതിയുടെ നിയമങ്ങളെ താനും സ്വീകരിക്കുകയാണ്. കാരണം താൻ തന്നെയാണ് പ്രകൃതിക്ക് നിയമം കൊടുത്തത്. അതിനനുബന്ധമായ കാര്യങ്ങൾ ലോകവശാൽ താനും കർമ്മിക്കുകയാണ്. എന്നിട്ട് ആ ശരീരം മാറി മറ്റൊരു ശരീരത്തിലേക്ക് ഉദയം ചെയ്തു. ഉത്രാടത്തിൽ വന്നുദിച്ചു. ആ ഉദയമായ സമയത്താണ് മഹാതാരാസ്തുതി പാസായത്. അത് കഴിഞ്ഞ് പുരാണത്തിലേക്ക് ഉദയം ചെയ്തു. ഉന്നതമായ കർമ്മങ്ങൾ അതിലിരുന്നു കൊണ്ടും നടത്തി. വീണ്ടും മകയിരത്തിൽ ഉദയം ചെയ്തു. ഉന്നതമായ കർമ്മങ്ങൾ അതിലിരുന്നു കൊണ്ടും നടത്തി. ഉന്നതമായ നമ്മുടെ മഹാഗോപുര നിർമ്മാണത്തിന്റെ മൂലധനം ഈ കൈകളിലേക്ക് ഏൽപ്പിച്ചത് ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ടായിരുന്നു. ഉന്നതമായ നല്ല ഗോപുരം നിർമ്മിക്കുവാനുള്ള ശബ്ദം നൽകി. തിരുശബ്ദമാണിതാ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആ തിരുശബ്ദത്തിൽ കൂടി അനേകങ്ങളെ വീണ്ടെടുത്തിട്ടുണ്ട്. അപ്പോ മാറ്റമില്ലാത്തവനും മരണമില്ലാത്തവനുമായ ഗുരുവിനെ കാണുവാൻ ഇടയായത് ശുഭാനന്ദാവതാരത്തിന്റെ വലിയ പ്രത്യേകതയാണ്. പ്രകാരം വാഴുന്ന ശരീരങ്ങളെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് ഭക്തലോകത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആ വിധത്തിൽ 17 സംവത്സരക്കാലം ഉന്നതനായി വാണിരുന്ന മഹാപ്രഭുവെ പോലെ വാണിരുന്ന മഹനീയമായ മഹത്പുരുഷന്റെ ആ ഉന്നതമാകുന്ന മകയിരൻ ജന്മനക്ഷത്രമാണ് ഈ വരുന്ന 26-ാം തീയതി നടക്കാൻ പോകുന്നത്. അതിന് മുൻപ് ഇന്ന് വാഴുന്ന ശരീരത്തിന്റെ ജന്മദിനവും വരുന്നുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്ത് 24 മുതൽ 26 വരെ വലിയ ആഡംബരങ്ങളൊന്നുമല്ല, തിരുനാമങ്ങൾ സ്തുതിച്ച് നമ്മൾ ആഘോഷിക്കുകയാണ്. അതിനൊരു പേര് കൊടുത്തിട്ടുണ്ട്. എന്താണ് അതിന്റെ പേര്? ജന്മനക്ഷത്ര സ്തുതി എന്നാണ്. ആ ജന്മനക്ഷത്ര സ്തുതി നടത്തുവാൻ തീരുമാനം ചെയ്തവരെല്ലാം ഒന്ന് കൈ ഉയർത്തി കണ്ടാക്കും. ഇപ്പൊ എല്ലാവരും വന്നു ചേർന്ന് ഉന്നതമായ വിധത്തിൽ സ്തുതി നടത്തുക. സർവ്വതും ആനന്ദമായി തീരട്ടെ. ജന്മിയാകും ഗുരുവിന്റെ ജന്മഭാവം കർമ്മദോഷം ജീവനാശം തീർത്തുതന്ന ഗൂഢാവസ്ഥനാകുമെന്റെ ശുഭാനന്ദമേ. പല ആത്മാക്കൾക്കും ഇതിനകത്ത് ചില അബദ്ധ വിചാരങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ തന്നെ ഇവിടെ നിന്ന് കീർത്തനങ്ങൾ പാടുമ്പോ പൂരം നക്ഷത്ര ജാതനായി വന്നുദിച്ചോരേ, അങ്ങേ നന്ദിയോടെ വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു ഞാൻ. ഉത്രാടത്തിൽ വന്നുദിച്ച സൂര്യതേജസേ, ഉത്രാടത്തിൽ പുരാണത്തിൽ വന്നുദിച്ച പൂർണ്ണരൂപനേ,
ഉണ്ടാകാം. ഉത്രാടം, മകയിരം, പൂരാടം, കാർത്തിക എന്നൊക്കെ പ്രത്യേകം പറയുമ്പോ ഇതൊക്കെ എന്തോ വേറിട്ട സംഗതികളാണെന്ന് ചിലർക്ക് തോന്നിയേക്കാം. ആ അക്ഷരങ്ങൾ തന്നെ പരിശോധിച്ചാൽ അതിനുള്ളിൽ ഇരിപ്പുണ്ട് അതിന്റെ സത്യം. ഉത്രാടത്തിൽ വന്നുദിച്ച സൂര്യ തേജസേ, പുരാണത്തിൽ വന്നുദിച്ച പൂർണ്ണരൂപനെ, മകയിരത്തിൽ വന്നുദിച്ച മഹാപ്രഭുവേ, കാർത്തികയിൽ വാണിടുന്ന കാരുണ്യവാനെ. ഈ ഉത്രാടവും പൂരാടവും മകയിരവും ഇതിന് സാക്ഷി, കാർത്തികയും ഒക്കെ ഇതിന് സാക്ഷിയാണ്. പക്ഷേ അതിനുള്ളിലേക്ക് വേറെ എന്തോ ഒന്ന് ഉദിക്കുന്നുണ്ട്. ആ ഉദിക്കുന്ന ശക്തിയാണ് നിങ്ങൾ സ്തുതിക്കുന്നത്. ഉദയം ചെയ്തോരുണയവനെ, ഉന്നത ഭാഗ്യം തന്നവനെ, ഉദയം ചെയ്തോരുണയവനെ, ഉദയം ചെയ്തോരുണയവനെ, ഉന്നത ഭാഗ്യം തന്നവനെ, ഇഹപരലോകം അടക്കി വാഴും ഉന്നത രൂപ ഗുരുവരനെ, ഇഹപരലോകം അടക്കി വാഴും ഉന്നത രൂപ ഗുരുവരനെ, ഉദയം ചെയ്തോരുടയവനെ, ഉന്നത ഭാഗ്യം തന്നവനെ, ഉദയം
മഹാശക്തിയെയാണ് ആരാധിക്കുന്നത്. ഉള്ളിലെ ഹൃദയം ചെയ്തു വാഴുന്ന മഹാശക്തിയാണ് ആരാധിക്കുന്നത്. പക്ഷേ ഞാൻ മഹാശക്തി ആരാധിക്കുന്നു, അതുകൊണ്ട് ഇതൊന്നും എനിക്ക് വേണ്ട എന്നൊരാൾ തീരുമാനിച്ചാൽ നടക്കുന്ന കാര്യമാണോ? മഹാശക്തിയെ ആരാധിക്കുന്നു, അതുകൊണ്ട് ഇതൊന്നും എനിക്ക് വേണ്ട എന്നൊരാൾ തീരുമാനിച്ചാൽ നടക്കുന്ന നശ്വര ലോകത്തിൽ, നശ്വരദേഹത്തിൽ ഇതുമായെല്ലാം ബന്ധിച്ചു ജീവിക്കുന്ന ഒരു മർത്യജന്മത്തെ സംബന്ധിച്ചിടത്തോളം ശാശ്വതാവസ്ഥയെ കൈവരിക്കുന്നത് വരെയും ഈ നശ്വരവുമായിട്ടൊരു ബന്ധമുണ്ട്. ഈ നശ്വരാവസ്ഥയെ തിരിച്ചറിഞ്ഞ്, ഇതിന്റെ പൊള്ളത്തരങ്ങൾ മുഴുവൻ തിരിച്ചറിഞ്ഞ് ആ യഥാർത്ഥാവസ്ഥയെ പ്രാപിക്കുന്നത് വരെയും ദേഹവും ലോകവും ഒക്കെ ആയിട്ടൊരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ദൈവം ഈ ലോകത്തിൽ ഒരു നശ്വരദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് വാണിരുന്ന് നിങ്ങളെ ഉപദേശിക്കുന്നത്. പക്ഷേ എന്താണ് പറയുന്നത്? ശാശ്വതമായതിനെ ബന്ധിക്കുവാനാണ് പറയുന്നത്. ശാശ്വതമായ ആനന്ദം നിത്യസ്വത്തായി കരുതി ജീവിക്കുവാനാണ് പറയുന്നത്. ആ നിത്യസ്വത്താകുന്ന നിത്യാനന്ദത്തെ കരുതി ജീവിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഉപദേശിച്ചുകൊണ്ടാണ് ഗുരു ലോകത്തിൽ വാഴുന്നത്. ആ മാർഗങ്ങളാണ് ഇതിലെ നിത്യനിയമങ്ങൾ. ആത്മബോധോദയ സംഘാംഗങ്ങൾ അനുഷ്ഠിക്കുന്ന നിയമങ്ങൾ ഈ ഉന്നതമായ ഭാഗ്യത്തിലേക്ക് അഥവാ ശാശ്വതാവസ്ഥയിലേക്ക് അഥവാ നിത്യാനന്ദത്തിലേക്ക് ആത്മാവെത്തിച്ചേരുന്നതിനുള്ള കർമ്മമാർഗങ്ങളാണ്. ആ കർമ്മമാർഗങ്ങളാണ്. ആ കർമ്മമാർഗങ്ങൾ അതേ നിലയിൽ സ്വീകരിച്ച് പൂർത്തീകരിക്കുമ്പോഴാണ് ആചാരം പൂർത്തീകരിച്ചു എന്ന് പറയുന്നത്. അങ്ങനെ ആചാരം പൂർത്തീകരിക്കുമ്പോൾ വിശുദ്ധരായിത്തീരുന്നു. വിശുദ്ധമായ ഹൃദയത്തിൽ ആരാധന നടക്കുന്നു. ആരാധനയിൽ കൂടി ആശ്വാസം ഉണ്ടാകുന്നു. ആശ്വാസത്തിൽ നിന്ന് ആനന്ദമുണ്ടാകുന്നു. ആനന്ദത്തിൽ നിന്ന് നാമസങ്കീർത്തനത്തിലേക്ക് എത്തുന്നു. അവിടെ നിന്നാണ് ശുഭാനന്ദം അനുഭവിക്കുന്നത്. അങ്ങനെ സർവ്വതും ശുഭാനന്ദമാക്കുവാൻ അവതാരമായി വന്ന ഗുരുവിന്റെ സ്വീകരിക്കപ്പെട്ട രണ്ട് ദേഹങ്ങളുടെ ജന്മനക്ഷത്രമാണ് കാർത്തികയും മകയിരവുമായി നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ അത് ആഘോഷിക്കേണ്ട കർത്തവ്യം ആരിലാണ് ഇരിക്കുന്നത്? ജന്മിയാകും ഗുരുവിന്റെ ജന്മദിനം ആഘോഷിക്കാൻ ജന്മമെടുത്ത ആത്മലോകം ഒരുങ്ങിക്കൊള്ളുക. അങ്ങനെ ഒരുങ്ങി നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഓരോ കെട്ട് ധനവുമായിട്ട് വരണമെന്നാണോ പറയുന്നതിന്റെ അർത്ഥം? ഒരിക്കലുമല്ല. നിങ്ങളുടെ ഹൃദയം ഒരുക്കുക. ഹൃദയമൊരുക്കി നിങ്ങൾ ഗുരുവിനെ സ്തുതിക്കുമ്പോൾ ഹൃദയമൊരുക്കി നിങ്ങൾ ഗുരുവിനെ സ്തുതിക്കുമ്പോൾ ഹൃദയേശൻ ഹൃദയത്തിൽ കളിയാടിടും. ഹൃദയേശൻ ഹൃദയത്തിൽ ഹൃദയമൊരുക്കി നിങ്ങൾ ഗുരുവിനെ സ്തുതിക്കുമ്പോൾ ഹൃദയേശൻ ഹൃദയത്തിൽ കളിയാടിടുന്നു. അങ്ങനെ ഹൃദയവിശുദ്ധീകരണത്തോടുകൂടി എല്ലാവരും ജന്മനക്ഷത്രത്തിന് എത്തിച്ചേരുവാൻ ഞാനിത് അറിയിക്കുകയാണ്. ആ വിധത്തിൽ എത്തിച്ചേരുവാൻ പ്രകൃതിയിൽ കൂടി വേണ്ടതെല്ലാം ഈശ്വരൻ നിങ്ങൾക്ക് ദാനം ചെയ്യുമാറാകട്ടെ. ഈ 11-ാം തീയതി ബുധനാഴ്ച കവിയൂർ ഒരു ആശ്രമം ഉണ്ടായിരുന്നു. നമുക്ക്
ഇവരൊരു ആശ്രമം ഉണ്ടായിരുന്നു. അത് അല്പം ബലഹീനമായ അവസ്ഥയിൽ അത് അല്പം ബലഹീനമായ അവസ്ഥയിൽ അന്ന് പുതുക്കി പണിയണമെന്ന് തീരുമാനിച്ചു. അത് പുതുക്കി പണിയണമെന്ന് തീരുമാനിച്ചു. മാറി ചില വസ്തുവകളൊക്കെ അന്വേഷിച്ചു നോക്കി. ചില വസ്തുവകളൊക്കെ അന്വേഷിച്ചു നോക്കി. പക്ഷെ സൗകര്യമായ ഒന്നും കിട്ടിയില്ല. അപ്പൊ ആ സ്ഥലത്ത് തന്നെ ഒന്നുകൂടി പുതുക്കി ഒരു ആശ്രമം നിർമ്മിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒന്നുകൂടി പുതുക്കി ഒരു ആശ്രമം നിർമ്മിക്കുവാൻ അപ്പൊ ഈ തീരുമാനിച്ചു. 11-ാം തീയതി അതിന്റെ ശിലാസ്ഥാപന കർമ്മം നടക്കുകയാണ്. 11-ാം തീയതി അതിന്റെ ശിലാസ്ഥാപനം ഉന്നതമായ വിധത്തിൽ ആ കർമ്മങ്ങൾ നടക്കുവാനും ഉന്നതമായ വിധത്തിൽ ആ കർമ്മങ്ങൾ മനോഹരമായ ഒരു സ്ഥാപനം പൂർത്തീകരിക്കപ്പെടുവാനും മനോഹരമായ ഒരു സ്ഥാപനം പൂർത്തീകരിക്കപ്പെടും. മനോഹരമാകുന്ന ആ മോഹന രൂപത്തെ അവിടെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആരാധിക്കുവാനും മനോഹരമാകുന്ന മോഹനരൂപത്തെ അവിടെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആരാധിക്കുവാനും ഈശ്വരൻ അനുവാദവും അനുഗ്രഹവും ആ സാധുക്കൾക്ക് ദാനം ചെയ്യുമാറാകട്ടെ. ഈശ്വരൻ അനുവാദവും അനുഗ്രഹവും ആ സാധുക്കൾക്ക് ദാനം ചെയ്യും. ഉന്നതമായെല്ലാം നടത്തപ്പെടുമാറാകട്ടെ. അന്നേ ദിവസം തന്നെ അതേ ദിവസം കന്യാകുമാരിയിലുള്ള ദേവികോട് എന്ന് പറയുന്ന സ്ഥലത്ത് കന്യാകുമാരിയിലുള്ള ദേവിയോടെന്ന സ്ഥലത്ത് നമ്മുടെ ആശ്രമത്തിൽ തോലടി ആശ്രമത്തിന്റെ മുൻപിൽ കൊല്ലടി ആശ്രമത്തിന്റെ മുൻപിൽ മനോഹരമായ ഒരു ധ്വജസ്തംഭം ഉയർത്തിയിട്ടുണ്ട്. മനോഹരമായ ഒരു ധ്വജസ്തംഭം ഉയർത്തി അതിലേക്ക് വാഹന പ്രതിഷ്ഠ നടത്തുന്നതും അന്നേ ദിവസമാണ്. അതിലേക്ക് വാഹന പ്രതിഷ്ഠ നടത്തുന്നതും അതേ ദിവസം. പിറ്റേ ദിവസം ആദർശ കൊടി ഉയർത്തുന്നു. അതേ ദിവസം ആദർശ വാർഷികാഘോഷം നടക്കുന്നു. വാർഷികാഘോഷം അത് ഉന്നതമായ നിലയിൽ മഹാശക്തി എഴുന്നള്ളി നടത്തുമാറാകട്ടെ. ഉന്നതമായ നിലയിൽ മഹാശക്തി എഴുന്നള്ളി. അതുപോലെ എവിടെയെല്ലാം സന്നിധാനങ്ങളിൽ എന്തെല്ലാം കർമ്മങ്ങൾ നടക്കാറുണ്ടോ അതുപോലെ എവിടെയെല്ലാം സന്നിധാനങ്ങളിൽ എന്തെല്ലാം കർമ്മങ്ങൾ അതെല്ലാം ഉന്നതമായ നിലയിൽ നടത്തപ്പെടുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഉന്നതമായ നിലയിൽ നടത്തപ്പെടുവാൻ ഈശ്വരൻ. അതുപോലെ കന്യാകുമാരി ആമ്പാടിയിലുള്ള അതുപോലെ കന്യാകുമാരി അമ്പാടിയിലുള്ള ഛായാചിത്രം പുനഃപ്രതിഷ്ഠ ചെയ്യുവാൻ തീരുമാനിച്ചെല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉന്നതമായ നിലയിൽ നടത്തപ്പെടുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഉന്നതമായ നിലയിൽ നടത്തപ്പെടുവാൻ ഈശ്വരൻ. മഹാശക്തിയുടെ തിരുവെഴുന്നള്ളത്തോടുകൂടി സർവ്വകർമ്മങ്ങളും നടത്തപ്പെടട്ടെ. മഹാശക്തിയുടെ തിരുവെഴുന്നള്ളത്തോടുകൂടി സർവ്വകർമ്മങ്ങൾ നടത്തപ്പെടും. ഉന്നതമായ ഈ സമാപന കർമ്മത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഉന്നതമായ ഈ സമാപന കർമ്മത്തിൽ വന്നുചേർന്നിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാനിതാ ദർശിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരെയും മഹാശക്തി ദർശിക്കുകയാണ്. സർവ്വനേർച്ചകളും ഇതാ സ്വീകരിച്ചിരിക്കുന്നു. നേർച്ചകളും തൃക്കരങ്ങളും സ്വീകരിച്ച് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഉന്നതമായ നമ്മുടെ ഉന്നതമായ മഹാ- അതിന്റെ എല്ലാ ചൈതന്യത്തോടും കൂടി പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ എല്ലാ ചൈതന്യത്തോടും കൂടി പൂർത്തി- ഏറ്റവും വേഗം പൂർത്തീകരിച്ച് ഏറ്റവും വേഗം അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ ഉദ്ഘാടന കർമ്മം മഹാശക്തി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാശക്തി നമ്മളെ അനുഗ്രഹിക്കും. നിങ്ങളെല്ലാവരും ചേർന്ന് നിന്ന് നമ്മളെല്ലാവരും അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ നാം ആഗ്രഹിക്കുകയാണ്. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ മഹാശക്തി ആഗ്രഹിക്കുക. എല്ലാ ഉന്നതമായ നിലയിൽ ദൈവം നേരിട്ട് നിന്ന് നടത്തുമാറാകട്ടെ. ഉന്നതമായ നിലയിൽ ദൈവം നേരിട്ട് അതിന്റെ ഉന്നതമായ അകവും പുറവുമായുള്ള അതിന്റെ കാഴ്ചകളെ അതിന്റെ ഉന്നതമായ അകവും പുറവുമായുള്ള അതിന്റെ കാഴ്ചകളെ സ്വീകരിപ്പാൻ തക്ക വിധത്തിലൊരു മഹാഹൃദയത്തെ സ്വീകരിപ്പാൻ തക്ക വിധത്തിലൊരു മഹാഹൃദയത്തെ ഈശ്വരനാൽ നേർച്ചയായി സ്വീകരിച്ചുകൊണ്ട് നിലനിർത്തിയിരിക്കുന്നു. ഈശ്വരനാൽ നേർച്ചയായി സ്വീകരിച്ചുകൊണ്ട് നിലനിർത്തി ആത്മദീപം എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു. ആത്മദൈവം എന്ന് ഭഗവാൻ നാമം ആ ഹൃദയത്തിൽ കൂടി അത് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ ഹൃദയത്തിൽ കൂടി അത് രൂപാന്തരം ആയുസാരോഗ്യത്തോടുകൂടി കാണുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആയുസ്സാരോഗ്യത്തോടുകൂടി കാണുവാൻ നമുക്ക് അതുപോലെ അതിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതുപോലെ അതിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും ചിന്തിച്ചുകൊണ്ട് എല്ലാവരെയും ഈശ്വരൻ കരുതട്ടെ. എല്ലാവരെയും ഈശ്വര നിയോഗം അവരിൽ കൂടി പൂർത്തീകരിക്കപ്പെടുമാറാകട്ടെ. അവരിൽ കൂടി പൂർത്തീകരിക്കണം. നിങ്ങളെ ഓരോരുത്തരെയും അതേപോലെ ഓരോ നിയോഗങ്ങളിൽ നിലനിർത്തിയിരിക്കുകയാണ്. നമ്മളെ ഓരോരുത്തരെയും അതേപോലെ ഓരോ നിയോഗങ്ങളിൽ നിലനിർത്തി ലോകരംഗത്തേക്ക് ഇത് പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗം. ലോകരംഗത്തേക്ക് ഇത് പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളെ നിയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ സ്വയം പ്രകാശമാകാതെ മറ്റുള്ളവരിലേക്ക് ഇത് പ്രകാശിപ്പിക്കുവാൻ കഴിയുകയില്ല. നമ്മൾ സ്വയം പ്രകാശമാകാതെ മറ്റുള്ളവരിലേക്ക് ഇത് പ്രകാശിപ്പിക്കാൻ കഴിയും. പ്രകാശമില്ലാതെ മറ്റൊരാളിന് പ്രകാശം എങ്ങനെ കൊടുക്കും? പ്രകാശമില്ലാതെ മറ്റൊരാളുടെ പ്രകാശം അതുകൊണ്ട് സ്വയം പ്രകാശമായി തീരുവാൻ തക്ക വിധത്തിൽ അതുകൊണ്ട് സ്വയം പ്രകാശമായി തീരുവാൻ തക്ക സൽക്കർമ്മങ്ങൾ കൂടി ജീവിതം ചെയ്ത് ഉന്നതരായി തീരുവാൻ നിങ്ങൾ പ്രയത്നിക്കുക. സൽക്കർമ്മങ്ങളിൽ കൂടി ജീവിതം ചെയ്ത് ഉന്നതരായി തീരുവാൻ നമ്മൾ പ്രയത്നിക്കണം. എന്നിട്ട് ഈ പരമാർത്ഥം പരന്മാരോട് പറയുക. എന്നിട്ട് ഈ പരമാർത്ഥം പരന്മാരോട് പറയും. ഈ ലോകത്തിലേക്ക് ദൈവം നാണിറങ്ങി വന്ന് വാഴുന്നുണ്ട്. ഈ ലോകത്തിലേക്ക് ദൈവം താണിറങ്ങി വന്നു. ഒരു യോഗ്യതയുമില്ലാത്ത എന്നിൽ ഈ ആനന്ദം ദാനം ചെയ്ത എന്റെ ഗുരുവാണ്. ഒരു യോഗ്യതയുമില്ലാത്ത എന്നിലെ ഈ ആനന്ദം ദാനം ചെയ്തതിന്റെ ഇത് മർത്യന്മങ്ങളോട് ചങ്കൂറ്റത്തോടുകൂടി പറയുവാൻ തക്കവിധം ഇത് മധ്യന്മങ്ങളോട് ചങ്കൂറ്റത്തോടുകൂടി പറയുവാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയം അതിനായി ഒരുങ്ങുമാറാകട്ടെ. ഓരോരുത്തരുടെയും ഹൃദയവനായി ധീരന്മാരായി ഇന്ന് പ്രവർത്തിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ധീരന്മാരായി പ്രവർത്തിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ജാതി മത ഭേദബുദ്ധികളൊന്നുമില്ലാതെ ജാതിമത ഭേദബുദ്ധികളൊന്നും സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളില്ലാതെ ഉന്നതമായി ആത്മബോധത്തെ ആത്മാക്കളിൽ നിന്ന് ആത്മാക്കളിലേക്ക് പ്രകാശിപ്പിക്കുവാൻ തക്കവിധം ഉന്നതമായ ആത്മബോധം ആത്മാക്കളിൽ നിന്ന് ആത്മാക്കളിലേക്ക് പ്രകാശിപ്പിക്കുവാൻ തക്കവിധം അറിവാകുന്ന ഗുരുവിനെ ആത്മരൂപമായി വരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുക. മഹാശക്തി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗുരുവിനെ
ആനന്ദരൂപമായി വലിച്ചുകൊണ്ട് ജീവിക്കുക. മഹാശക്തി നമ്മളെ അനുഗ്രഹിക്കുക. ഇപ്പോൾ ഈ പ്രാർത്ഥന സമർപ്പിച്ച ശേഷം ഗുരുദക്ഷിണ അർപ്പിച്ച് ഇതിന്റെ സമാപന ചടങ്ങുകൾ നടക്കുന്നതാണ്. ഉന്നതമായ നിലയിൽ ആ കർമ്മങ്ങൾ നടക്കുവാനും അതിന്റെ മനോഹരമായ കാഴ്ച നിങ്ങളുടെ എല്ലാം ഹൃദയത്തിലേക്ക് പതിയുവാനും തക്കവിധം ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. അതിനായി മഹാശക്തി എഴുന്നള്ളി വാഴുമാറാകട്ടെ. പ്രത്യക്ഷമായി മഹാകാരുണ്യത്തോടുകൂടി വാഴുമാറാകട്ടെ. ഉദിച്ച് ദൈവശക്തി വാധിച്ച് മായയെല്ലാം ഉദിച്ച് ദേവലോകത്തിൽ ദേവീദേവന്മാരാൽ നടത്തപ്പെട്ടുകൊണ്ടിരുന്ന ഒരു മഹായജ്ഞം ഈ ഭൂമിയിലേക്ക് നരകം കൊണ്ടുണ്ടാക്കിയ ഈ നരലോകത്തിലേക്ക് താണിറക്കി കൊണ്ടുവന്ന് ഈ വിധം സ്വർഗാനുഭവങ്ങൾ ദാനം ചെയ്യുവാൻ കരുണാനിധിയാകുന്ന പരമാത്മാവിന് മാത്രമേ കഴിവുള്ളൂ. അപ്രകാരം ആ മഹാകാരുണ്യത്താൽ ദാനം ചെയ്ത ഈ സ്വർഗീയ നിയമം ഈ പ്രാവശ്യത്തെ ഈ മകരത്തിലെ ധാരാസ്തുതി ഉന്നതമായ വിധത്തിൽ സർവശക്തി നേരിട്ട് നടത്തി ഇത്രയും ആനന്ദം ഭക്തലോകത്തിൽ എത്തിച്ച വൻപിച്ച കാരുണ്യമോർത്ത് നന്ദിയോടെ സ്തുതിക്കാം. ഉന്നതനും അതിശ്രേഷ്ഠനുമായ പരമഗുരുവിൻ്റെ അവതാര മഹത്വങ്ങളെ ആത്മാവിൽ ബോധ്യമാകത്തക്ക വിധമുള്ള ആ തിരുനാവ് കൊണ്ട് കീർത്തിച്ച് അനുവദിച്ചു തന്ന തിരുനാമ സങ്കീർത്തനങ്ങൾ ആലപിച്ച് ദേഹവും ലോകവും മറന്ന് ആത്മലോകം ആനന്ദിച്ച ഉന്നതമായ ഒരു മഹായജ്ഞമാണ് ഇപ്പോഴിതാ സമാപിക്കാൻ പോകുന്നത്. ഇതിൽ പങ്കെടുത്ത സർവാത്മാക്കൾക്കും ഉണ്ടായി നിലനിൽക്കുന്ന ഈ ആനന്ദം ഇനി ഒരു കാരണവശാലും ഇത് നഷ്ടമാകാതെ സൂക്ഷിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം നമ്മൾ യാത്ര ചെയ്യുന്നത്, ജീവിക്കുന്നത് ഈ മായാലോകത്തിലാണ്. മായാ ശരീരത്തിൽ മായാ മനസ്സുമായി ജീവിക്കുന്ന മനുഷ്യജന്മങ്ങളിൽ പലവിധത്തിലുള്ള പോരായ്മകൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. കാരണം ഇത് മായയാണ്, മാറി മറയുന്ന മായ. ഇവിടെയുണ്ട് എന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ അവിടെ കാണുകയില്ല, അവിടെ ഇല്ല എന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ അവിടെ ഉണ്ടാവും. ഇതാണ് മായയുടെ സ്വഭാവം. അങ്ങനെയുള്ള ഈ മായയെ ജയിക്കണമെങ്കിൽ ജ്ഞാനസമ്പൂർണനാകുന്ന ഗുരുവിൻ്റെ പരിപൂർണമായ കാരുണ്യവും അനുഗ്രഹവും ഉണ്ടായെങ്കിലേ സാധ്യമാകൂ. അതുകൊണ്ട് ആ ഗുരുവിനെ സർവദാ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക. മായയെ ജയിക്കുന്ന ജ്ഞാനസമ്പൂർണ രൂപ, മായയെ ജയിക്കുന്ന ജ്ഞാനസമ്പൂർണ രൂപ, അജ്ഞാനം മാറ്റി എൻ്റെ ആത്മാവിൽ വാഴും മായയെ ജയിക്കുന്ന ജ്ഞാനസമ്പൂർണ രൂപ, അജ്ഞാനം മാറ്റി എൻ്റെ ആത്മാവിൽ വാഴും മായാസംഹാരകനാകുന്ന പരമഗുരുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും എന്നോടുകൂടി ഉണ്ടായാൽ ഈ മായയെ ജയിക്കുവാൻ കഴിയുമെന്ന് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഓരോരുത്തരും ആശ്രയിച്ച് ജീവിച്ചാൽ ഈ ആനന്ദം നഷ്ടമാകാതിരിക്കുകയും ഇത് വർദ്ധിതമായ അനുഭവമാവുകയും ചെയ്യും. കാരണം ഈ ആനന്ദത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കർമ്മം ഇപ്പോൾ നിങ്ങൾ ഭവനത്തിൽ നിന്ന് വന്നതുപോലെയല്ല. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നിലവാരം കുറച്ചുകൂടി ശ്രേയസ്കരമായ അവസ്ഥയിലിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഗുണകർമ്മങ്ങൾ അനവധി ചെയ്യാൻ കഴിയും. ആ കർമ്മത്തിൻ്റെ പേര് ആനന്ദകർമ്മമെന്നാണ്. അവതാരം അറിയിക്കുന്ന അറിവ് കൊണ്ട് ആത്മാക്കൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ പേര് ആനന്ദകർമ്മമെന്നാണ്. ആ ആനന്ദകർമ്മത്തിൻ്റെ സൽഫലം ആത്മാവിൽ ലഭിക്കുമ്പോഴാണ് ആനന്ദം വർദ്ധിതമായി ലഭിക്കുന്നത്. അങ്ങനെ ആനന്ദം വർദ്ധിപ്പിക്കുവാൻ തക്ക വിധത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ശ്രേഷ്ഠത, ഗുണവർദ്ധനവ് നിങ്ങളിൽ സർവദാ അങ്ങനെ നിറഞ്ഞു പൊന്തി വന്ന് നിൽക്കുന്നതായി നിങ്ങൾക്ക് തന്നെ അനുഭവമാകും. ഇത് നഷ്ടമാകാതെ സൂക്ഷിച്ചാലുള്ള അവസ്ഥയാണ് പറയുന്നത്.
ഏത്? ഇപ്പോൾ നിങ്ങളിലേക്ക് പകർന്നു തന്നിരിക്കുന്ന ഈ ആനന്ദം. ആദിയന്തമില്ലാത്ത ആനന്ദ സ്വരൂപനേ, ആദിയന്തമില്ലാത്ത ആനന്ദ സ്വരൂപനേ, ആലോകവിലോകമായി വാഴും ഗുരുവരനെ, മായയെ ജയിക്കുന്ന ജ്ഞാനസമ്പൂർണ്ണ ജ്ഞാനം മാറ്റിയെന്റെ ആത്മാവിൽ വാഴും നാഥ. ഓ അജ്ഞാനമില്ലാത്ത വിജ്ഞാനവുമായി നിന്ന് ഉന്നതമായ കർമ്മങ്ങൾ ചെയ്യുവാൻ ഈശ്വരൻ നിങ്ങളോടുകൂടി വാഴുമാറാകട്ടെ. ഇപ്പോൾ നിങ്ങളോടുകൂടി നിലകൊള്ളുന്ന ഈ കോടാനുകോടിയിലധികമായി നിൽക്കുന്ന ദൂതന്മാരും എൻ്റെ ദേവീദേവന്മാരും എല്ലാം നിങ്ങൾക്ക് സഹായം ചെയ്യുവാൻ വേണ്ടി എന്നോടൊപ്പം അവതാരമായി വന്നവരാണ്. ഇത് സഹായമായി നിങ്ങളിൽ ലഭിക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിച്ചെങ്കിലേ മതിയാവുകയുള്ളൂ. ദൈവ ഇഷ്ടം ചെയ്യുവാൻ തീരുമാനിക്കുന്നവർ തന്നിഷ്ടങ്ങൾ മാറ്റണം, ദൈവ ഇഷ്ടം ചെയ്യണം. അങ്ങനെ സ്വന്തമായി കരുതുന്നത് ഒന്നും എൻ്റേതായി എനിക്കുള്ളതല്ല എന്ന തിരിച്ചറിവോടുകൂടി ദൈവ ഇഷ്ടം ചെയ്യുവാനുള്ള ചിന്തയും ദൈവ ഇഷ്ടം ചെയ്യുവാനുള്ള വാക്കും ദൈവ ഇഷ്ടം ചെയ്യുന്ന കർമ്മങ്ങളും നിങ്ങളിൽ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ ഈശ്വരൻ നിങ്ങളോടുകൂടി വാഴുമാറാകട്ടെ. ഈശ്വരനാൽ അറിയിച്ചിരിക്കുന്ന ഈ അറിവുകൾ നിങ്ങളിൽ കൂടി കർമ്മമായി അനുഭവമായി ലഭിക്കുവാൻ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ താരാസ്തുതിയുടെ സമാപനമാണ് നമ്മൾ നടത്താൻ പോകുന്നതെങ്കിലും പരിപൂർണമായ ഒരു മനസ്സോടുകൂടി അല്ല ഇതിൽ കൂടുതൽ ആളുകൾ നിലകൊള്ളുന്നത്. കാരണം ഇത് കളഞ്ഞിട്ട് പോകാൻ ഒരു ആഗ്രഹവും ആർക്കുമില്ല. അല്ല ഇതെല്ലാം നിർത്തിയിട്ട് പോയേക്കാം എന്ന് കരുതുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി കണ്ടാക്കണം. ആരുമില്ല, അങ്ങനെ ഒരു താല്പര്യം ആർക്കുമില്ല. എല്ലാവർക്കും എന്ത് വേണം? ആനന്ദം മതിയെ, എനിക്ക് ആനന്ദം മതിയെ, ആദിനാഥൻ തരുന്ന ആനന്ദം മതിയെ, ആനന്ദം മതിയെ, എനിക്ക് ആനന്ദം മതിയെ, ആദിനാഥൻ തരുന്ന ആനന്ദം മതിയെ. ലോകസുഖങ്ങളെനിക്കിനി വേണ്ട, ആനന്ദം മതിയെ, ആനന്ദം മതിയെ, ലോകസുഖങ്ങളെനിക്കിനി വേണ്ട, ആനന്ദം മതിയെ, ആനന്ദം മതിയെ. പരമാർത്ഥം പറയുന്ന പരമഗുരുവേ, പരമാനന്ദം മതി എനിക്കെന്നുമെന്നാഥ, പരമാനന്ദം മതി എനിക്കെന്റെ നാഥ. പരമാർത്ഥം പറയുന്ന പരമഗുരുവേ, പരമാനന്ദം മതി എനിക്കെന്റെ നാഥ. പരമാർത്ഥം പറയുന്ന പരമഗുരുവേ, പരമാനന്ദം മതി എനിക്കെന്റെ നാഥ. കണ്ണുകൊണ്ടു ഞാൻ കാണുന്നു നാഥ, കാതുകൊണ്ടു അങ്ങ് കേൾക്കുന്നു നാഥ. കണ്ണുകൊണ്ടു കണ്ണുകൊണ്ടു ഞാൻ കാണുന്നു നാഥ, കാതുകൊണ്ടു അങ്ങ് കേൾക്കുന്നു നാഥ. ഹൃദയം കൊണ്ടു ഞാൻ അറിയുന്നു നാഥ, ആനന്ദം കൊണ്ടു ഞാൻ തുള്ളുന്നു നാഥ. ഹൃദയം കൊണ്ടു ഞാൻ അറിയുന്നു നാഥ, ആനന്ദം കൊണ്ടു ഞാൻ തുള്ളുന്നു നാഥ.
കണ്ടാൽ തുള്ളാതെ ഇരിക്കുവാൻ കഴിയുകയില്ല. ഉള്ളവനെ അങ്ങേ ഉള്ളവർ കണ്ടാൽ തുള്ളാതെ ഇരിക്കുവാൻ കഴിയുകയില്ല. ഉള്ളവനെ അങ്ങേ ഉള്ളവർ കണ്ടാൽ തുള്ളാതെ ഇരിക്കുവാൻ കഴിയുകയില്ല. ഉള്ളവനെ അങ്ങേ ഉള്ളവർ കണ്ടാൽ തുള്ളാതെ ഇരിക്കുവാൻ കഴിയുകയില്ല. എല്ലാം മറന്നു ഞാൻ തുള്ളുന്നു നാഥ, ആനന്ദപൂർണനായി തുള്ളുന്നു നാഥ. എല്ലാം മറന്നു ഞാൻ തുള്ളുന്നു നാഥ, ആനന്ദപൂർണനായി തുള്ളുന്നു നാഥ. ഉള്ളവനെ അങ്ങേ ഉള്ളവർ കണ്ടാൽ തുള്ളാതെ ഇരിക്കുവാൻ കഴിയുകയില്ല. 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 ആനന്ദനെ പരമാനന്ദനെ എന്നിൽ മാറാതെ വാഴണേ ശുഭാനന്ദ രൂപ. ആനന്ദനെ പരമാനന്ദനെ എന്നിൽ മാറാതെ വാഴണേ ശുഭാനന്ദ രൂപ. ആനന്ദനെ പരമാനന്ദനെ എന്നിൽ മാറാതെ വാഴൻ ശുഭാനന്ദ രൂപ. ഉള്ളവനെ അങ്ങേ ഉള്ളവർ കണ്ടാൽ തുള്ളാതെ ഇരിക്കുവാൻ കഴിയുകയില്ല. ആനന്ദനെ പരമാനന്ദനെ എന്നിൽ മാറാതെ വാഴൻ ശുഭാനന്ദ രൂപ. ആനന്ദനെ പരമാനന്ദനെ എന്നിൽ മാറാതെ വാഴൻ ശുഭാനന്ദ രൂപ. ആനന്ദനെ പരമാനന്ദനെ എന്നിൽ മാറാതെ വാഴൻ ശുഭാനന്ദ രൂപ. മാറാതെ വാഴൻ ശുഭാനന്ദ രൂപ.
ശുഭാനന്ദ രൂപ ആനന്ദനേ പരമാനന്ദനേ എന്നിൽ മാറാതെ വാഴ് ശുഭാനന്ദ രൂപ ഉള്ളവനാകുന്ന ജഗദീശ്വരൻ ഓരോ ഹൃദയങ്ങളിലും മാറാതെ വാഴുമാറാകട്ടെ. ഉന്നതനാകുന്ന ദൈവം ഈ ലോകത്തിൽ അവതാരമായി വന്ന് കഷ്ടത, പട്ടിണി, ത്യാഗങ്ങളൊക്കെ സഹിച്ച് ദുഷിപരിഹാസങ്ങൾ ഏറ്റുവാങ്ങി ലോകത്തിൽ ചുറ്റി നടന്ന് സമ്പാദിച്ചതാണ് ഈ മഹാസത്യം, ഈ ആനന്ദം എന്ന് ഓർക്കുമ്പോൾ കണ്ണുനീരോടുകൂടിയല്ലാതെ നമുക്ക് ഓർക്കുവാൻ കഴിയുകയില്ല. പരബ്രഹ്മസ്വരൂപമേ, പാലാഴിവാസനേ, അങ്ങയുടെ ത്യാഗകർമ്മ ഫലമാണല്ലോ ഏഴകളൻ, അങ്ങയുടെ ത്യാഗകർമ്മ ഫലമാണല്ലോ ദൈവം. ഏഴകളിൽ ഇത് മറവി കൂടാതെ നിലനിർത്തി തരണമേ ദൈവം. മാറ്റമില്ലാത്ത മഹാശക്തി ഏഴകൾക്കായി വാഴണമേ, മാറ്റമില്ലാത്ത മഹാശക്തി ഏഴകൾക്കായി വാഴണമേ. കോടാകോടി സൂര്യനേക്കാൾ പ്രഭയുള്ള ആ തിരുഹൃദയ സ്വർഗത്തിൽ നിന്ന് ഉദിപ്പിച്ചു തന്ന ഈ പ്രാവശ്യത്തെ ഈ മഹായജ്ഞം ഇത്ര മഹനീയമായി നടത്തി തന്ന മഹാശക്തിയെ അങ്ങയുടെ തൃക്കരങ്ങളാൽ അങ്ങയുടെ സന്താനങ്ങളെ ദർശിച്ച് സ്പർശിച്ച് അനുഗ്രഹിക്കുവാൻ കരുണയുണ്ടാകണമേ. വീണ്ടും വന്ന് കാണും വരെയും ഉന്നതമായ ആനന്ദം നിങ്ങൾ നിലനിൽക്കുമാറാകട്ടെ. സർവശക്തി നിങ്ങളോടുകൂടി വാഴുമാറാകട്ടെ. ഇനി എപ്പോഴാണ്, ഏത് സമയമാണ് ഈ തിരുമുഖം ഒന്ന് കാണുവാൻ സർവശക്തി അനുവദിക്കുന്നത് എന്നുള്ള ആർത്തിയോടുകൂടി ഓരോരുത്തരും ഭവനത്തിലേക്ക് പോവുക. നിങ്ങളോടുകൂടി മഹാശക്തി വാഴുമാറാകട്ടെ. നിങ്ങളിൽ ഇപ്പോഴനുഭവമായ ഈ ദിവ്യാനുഗ്രഹങ്ങളും അനുഭൂതി വിശേഷങ്ങളും എപ്പോഴും നിങ്ങളിൽ അങ്ങനെ നിറഞ്ഞ് പതഞ്ഞ് പൊങ്ങി നിലകൊള്ളുമാറാകട്ടെ. അതിനായി മഹാശക്തി കൂട്ടായിരിക്കട്ടെ. സർവരെയും സർവശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ.